സർക്കാർ ജോലിയുടെ തിരക്കുകൾക്കിടയിൽ മണൽ ചിത്രങ്ങൾ വരച്ച വിസ്മയം തീർക്കുന്ന ഒരു കലാകാരൻ തിരുവനന്തപുരത്തുണ്ട്. കരിങ്കുളം ഗ്രാമപഞ്ചായത്തിലെ സീനിയർ ക്ലർക്കായ രാജമോഹനൻ കഴിഞ്ഞ 30 വർഷമായി മണൽ ചിത്രകലയിൽ സജീവമാണ്. അദ്ദേഹം വരച്ച ഓരോ ചിത്രത്തിനും പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഇത് പള്ളിച്ചൽ രാജമോഹനൻ കരിങ്കുളം ഗ്രാമപഞ്ചായത്തിലെ സീനിയർ ക്ലർക്കാണ്. അതിലുപരി മണൽ ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ ഏറെ പ്രാവീണ്യമുള്ള കലാകാരൻ കൂടിയാണ് ഇദ്ദേഹം. കഴിഞ്ഞ 30 വർഷമായി പള്ളിച്ചൽ രാജമോഹനൻ മണൽ ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ സജീവമാണ്. കുട്ടിക്കാലത്ത് ചിത്രം വരയ്ക്കാൻ എനിക്ക് ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് തൊട്ടടുത്തുള്ള നേമത്ത് കൃഷ്ണൻ സാറിൻ്റെ അടുത്ത് ഞാൻ പോകുന്നത്. അവിടെ നിന്ന് കുറച്ചു കാലം ചിത്രരചന അഭ്യസിച്ചു. ജോലി സമയം കഴിഞ്ഞുള്ള സമയത്താണ് ചിത്രങ്ങൾ എപ്പോഴും വരയ്ക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ ജസ്റ്റ് ആരെങ്കിലും ചോദിക്കുമ്പോൾ കൊടുക്കുമായിരുന്നു. അപ്പോൾ അനസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്താണ് അത് അങ്ങനെ ചെയ്യരുത്, നമുക്ക് ഇതിനെ എല്ലാം കൂടെ കളക്ട് ചെയ്ത് ഒരു ചിത്ര പ്രദർശനം നടത്താമെന്ന് എന്നോട് പറയുന്നത്. അങ്ങനെ ആലപ്പുഴ ലളിതകലാ അക്കാദമിയിൽ 22 ചിത്രങ്ങളുമായിട്ട് ആദ്യത്തെ ചിത്ര പ്രദർശനം നടത്തി. ഒരു തരി പോലും കളറുകൾ ചേർക്കാതെ പശയുടെ സഹായത്തിൽ പൂർണ്ണമായും മണൽ ഉപയോഗിച്ചാണ് ഓരോ ചിത്രങ്ങളും പള്ളിച്ചൽ രാജമോഹനൻ വരയ്ക്കുന്നത്. പല മേഖലകളിൽ നിന്നായി ശേഖരിച്ച പല നിറത്തിലുള്ള മണലുകൾ വൃത്തിയാക്കിയാണ് ചിത്രങ്ങളിൽ ഉപയോഗിക്കുന്നത്. അതിന് അദ്ദേഹത്തിന്റെ കുടുംബവും സഹായിക്കാറുണ്ട്. വിവിധ ബീച്ചുകളിൽ നിന്നാണ് ഈ മണലുകളെല്ലാം കളക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മളെല്ലാം ബീച്ചിൽ പോകുമ്പോഴത്തേക്കും ഈ മണലിൻ്റെ നിറം ശ്രദ്ധിക്കാത്തതാണ് കാരണം. ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ശംഖുമുഖത്ത് പോയ ശംഖുമുഖത്തിലെ ബീച്ചിൻ്റെ നിറമെന്ന് പറയുന്ന ആ മണൽ തരികളെന്ന് പറയുന്നത് ഓറഞ്ച് നിറമാണ്. അഴീക്കൽ കറുപ്പ്, പള്ളിപ്പുറം ആലപ്പുഴ പള്ളിപ്പുറത്ത് വെള്ള നിറത്തിലെ മണലുണ്ട്, കന്യാകുമാരിയിൽ ബ്രൗൺ കളറിലെ മണലുണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും മണൽ വിവിധ തരത്തിലുള്ള മണൽ ശേഖരിക്കുന്നുണ്ട്. പച്ച നിറം ഇതുവരെ കിട്ടിയിട്ടില്ല. ഹവായ് ദ്വീപിൽ പച്ച നിറമുണ്ട്, പക്ഷേ അവിടെ നിന്ന് കിട്ടാനുള്ള സാഹചര്യമില്ലാത്തത് കൊണ്ട് പച്ച നിറം ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ചിത്രങ്ങളിലൊന്നും പച്ച നിറം എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. പള്ളിച്ചൽ രാജമോഹനൻ വരച്ച ഓരോ ചിത്രങ്ങൾക്കും പറയാനുണ്ട് ഒരുപാട് കഥകൾ. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച തന്റെ ഉറ്റ സുഹൃത്തും സഹപാഠിയുമായിരുന്ന ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന്റെ ചിത്രം കാർഗിലിൽ നിന്നും ശേഖരിച്ച മണൽത്തരികൾ ഉപയോഗിച്ച് പള്ളിച്ചൽ രാജമോഹനൻ വരച്ചു. ഈ ചിത്രം ക്യാപ്റ്റൻ ജെറി പ്രേംരാജിൻ്റെതാണ്. എൻ്റെ സുഹൃത്തും സഹപാഠിയുമാണ്. കാർഗിൽ യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി വരച്ചതാണ് ഈ ചിത്രം. കാർഗിലിലെ അദ്ദേഹം മരിച്ചു വീഴുന്ന സ്ഥലത്തിലെ ദ്രാസ് മേഖലയിൽ നിന്നുള്ള മണൽ മിലിറ്ററി എത്തിച്ചു തരികയും അതിനുശേഷം ചിത്രം തീരുന്നത് വരെ മിലിറ്ററി ആ ചിത്രത്തിൻ്റെ ഏതുവരെ എത്തി, എന്തായി, ആ മിലിറ്ററിയുടെ കരുതലെന്ന് പറയുന്നത് അതാണ്. ആ ചിത്രം തീരുന്നത് വരെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അത്തരത്തിൽ അദ്ദേഹം വരച്ച നിരവധി പ്രത്യേകതകളുള്ള ചിത്രങ്ങൾ വേറെയുമുണ്ട്. ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 4.5 വർഷം കൊണ്ടാണ് ഈ ചിത്രം ചെയ്തത്. 6 ഘട്ടങ്ങളായിട്ടാണ് ഈ ചിത്രം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് 3 ലെയർ മണൽത്തരികൾ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇത് ഇത്രയും കാലതാമസം എടുത്തത് വരയ്ക്കുന്നതിന് വേണ്ടി. പിന്നെ ഈ ചിത്രത്തിലെ ഈ വെളുത്ത നിറത്തിലെ മണലെന്ന് പറയുന്നത് ലക്ഷദ്വീപിലെ മണലാണ്. ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത 2 ഭാവങ്ങൾ ഉൾക്കൊള്ളിച്ച് വരച്ച ചിത്രമാണ് ഇത്. ഇതിൻ്റെ ഇടത് സൈഡ് നമ്മൾ മറച്ച് വലത് സൈഡ് നോക്കുകയാണെങ്കിൽ പുഞ്ചിരിക്കുന്നതായിട്ടും, വലത് ഭാഗം മറച്ച് ഇടത് ഭാഗം നോക്കുമ്പോഴത്തേക്കും ഗൗരവഭാവമുള്ളതായി കാണാൻ സാധിക്കും. സ്വന്തം കഴിവ് മറ്റുള്ളവർക്കും പകർന്നു നൽകാനും പള്ളിച്ചൽ രാജമോഹനന് ഏറെ താല്പര്യമാണ്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച ശേഷം മണൽ ചിത്രകലയിൽ മുഴുവൻ സമയം സജീവമാവുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. 1-2 കുട്ടികൾ ഈ ചിത്രരചന പഠിക്കാൻ വേണ്ടി വരുമായിരുന്നു. പക്ഷേ ആലപ്പുഴയിൽ നിന്ന് ട്രാൻസ്ഫറായി ഇങ്ങി വന്നതിന് ശേഷം പിന്നെ കുട്ടികളെ ആരും പഠിക്കാൻ വരികയോ കുട്ടികളെ പഠിപ്പിക്കുകയോ ഇല്ലായിരുന്നു. ആ സമയത്താണ് നെയ്യാർ മേള കാണുന്നതിന് വേണ്ടി പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീ രാജമാണിക്യ സാർ അവിടെ എത്തിയത്. സാർ ആ ബുക്കിൽ എഴുതിയ ഒരേ ഒരു വരി, മാക്സിമം കുട്ടികളെ ഈ പ്രവർത്തനം ഈ ചിത്രം ഇത് അടുത്ത ജനറേഷനെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. സാറിൻ്റെ വാക്യം ഉൾക്കൊണ്ട് ഇപ്പം അതിനുശേഷം കുട്ടികളെ പിന്നെ 2-3 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, കുട്ടികൾ വരുന്നുണ്ട്. ഇനി പെൻഷനായതിനു ശേഷം മെയിനായിട്ടും വിചാരിക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കുകയും കുറച്ചുകൂടെ ഈ ചിത്രത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതുമാണ്. ചില ഇഷ്ടങ്ങൾ അങ്ങനെയാണ്. എത്രയൊക്കെ ജോലി തിരക്കുകൾക്കിടയിലും സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. അത്തരത്തിൽ പള്ളിച്ചൽ രാജമോഹനൻ ഏറെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മണൽ ചിത്രകല. ഇനിയും വിസ്മയങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്ന മണൽ ചിത്രങ്ങളുടെ പണിപ്പുരയിലാണ് ഇദ്ദേഹം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.